ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. പുഷ്പ 2 ദി റൂൾ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് നേട്ടങ്ങളുടെ റിപ്പോർട്ടുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. 7 ദിവസങ്ങൾ കൊണ്ട് 1067 കോടി ഒഫീഷ്യൽ വേൾഡ് വൈഡ് കളക്ഷൻ പോസ്റ്റർ ആണല്ലോ ഇന്ന് മൈത്രി മൂവി മേക്കേഴ്സ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ആ കളക്ഷനിലേക്ക് എത്തപ്പെട്ടതോടെ പുഷ്പ 2 ഇതിനോടകം തന്നെ ബോക്സ് ഓഫീസിൽ മറികടന്ന വിവിധ ഇന്ത്യൻ സിനിമകളെ കുറിച്ചാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വലിയ ബഡ്ജറ്റ് ഇല്ലാതെ തിയേറ്ററുകളിലേക്ക് എത്തി ഈ വർഷം വലിയ തരംഗമായി മാറിയ ഒരു ബോളിവുഡ് സിനിമയാണല്ലോ സ്ത്രീ 2. ഹൊറർ സിനിമാറ്റിക് യൂണിവേഴ്സൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ 850 കോടിയിൽ പരം വേൾഡ് വൈഡ് ഗ്രോസ് ആയിരുന്നു നേടിയെടുത്തത്. ആ കളക്ഷൻ പുഷ്പ 2 കഴിഞ്ഞ ദിവസങ്ങളിൽ മറികടന്നിരിക്കുകയാണ്. ശേഷം മറ്റൊരു ബോളിവുഡ് ചിത്രമായ അനിമൽ എന്ന സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ കൂടി ഇപ്പോഴത്തെ പുഷ്പ 2 മറികടന്നിരിക്കുകയാണ്. രൺബീർ കപൂർ നായകനെ എത്തിയ പുഷ്പ 2വിലെ നായിക കൂടിയായ രശ്മിക മന്ദാന നായിക വേഷത്തിലെത്തിയ അനിമൽ എന്ന സിനിമ കഴിഞ്ഞ വർഷം ഡിസംബർ 1 തിയേറ്ററുകളിലേക്ക് എത്തി 930 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് ആയിരുന്നു നേടിയെടുത്തത്. വൻ വയലൻസ് നിറഞ്ഞ സിനിമയായ അനിമൽ എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷനും കഴിഞ്ഞ ദിവസങ്ങളിൽ പുഷ്പ 2 മറികടന്നിരിക്കുകയാണ്. ശേഷം മറികടന്നത് സമീപകാലത്തെ സിനിമയല്ല, മറിച്ച് കുറച്ചധികം വർഷങ്ങൾക്ക് മുന്നേയുള്ള സിനിമയാണ്. സൽമാൻ ഖാന്റെ ബജ്റംഗി ഭായിജാൻ എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷൻ കൂടി പുഷ്പ 2 മറികടന്നിരിക്കുകയാണ്. ഇതിനിടയിൽ മറ്റൊരു ബോളിവുഡ് ചിത്രം കൂടിയായ കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ഷാരൂഖ് ഖാന്റെ പത്താൻ എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷനായ 1056 കോടി കളക്ഷൻ കൂടി ഇന്ന് വന്ന ഒഫീഷ്യൽ കണക്കുകൾ പ്രകാരം പുഷ്പ 2 മറികടന്നിരിക്കുകയാണ്. ശേഷം മറികടന്നത് ഈ വർഷത്തിലെ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് ഗ്രോസ് പുഷ്പ 2വിന് മുന്നേ വരെ നേടിയെടുത്ത കൽക്കി എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷനാണ്. ഒഫീഷ്യൽ കണക്കുകൾ പ്രകാരം 1100 കോടിയുടെ പോസ്റ്റർ കൽക്കിയുടെ അണിയറ പ്രവർത്തകരിൽ നിന്ന് വന്നെങ്കിൽ പോലും സിനിമയുടെ ട്രാക്കേഴ്സ് കളക്ഷൻ 1060 കോടിയിൽ പരമാണ്. ആ കളക്ഷൻ ഇപ്പോഴത്തെ വെറും 7 ദിവസത്തെ കളക്ഷൻ കൊണ്ട് പുഷ്പ 2 മറികടന്നിരിക്കുകയാണ്. കൽക്കി എന്ന സിനിമയിൽ പ്രഭാസ് ഉണ്ട്, അമിതാഭ് ബച്ചൻ ഉണ്ട്, ദീപിക പദുക്കോൺ ഉണ്ട്. ഒപ്പം തന്നെ ഒരുപാട് കാമിയോ ഗസ്റ്റ് റോളുകളെല്ലാം തന്നെ ഉള്ള സിനിമയാണ്. ഇപ്പോഴത്തെ അല്ലു അർജുൻ്റെ ഒറ്റ സിനിമ പുഷ്പ 2 എന്ന സിനിമ അതീ കൽക്കി എന്ന സിനിമയുടെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നിസ്സാരമായിട്ട് മറികടക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. അങ്ങനെ പുഷ്പ 2 എന്ന സിനിമ 2024 വർഷത്തിലെ ഇയർ ടോപ്പർ വേൾഡ് വൈഡ് കളക്ഷൻ റെക്കോർഡ് നേട്ടം നേടിയെടുത്തിരിക്കുകയാണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ പുഷ്പ 2 വൈൽഡ് ഫയറായി മാറിയിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ മറ്റ് വമ്പൻ ഇന്ത്യൻ സിനിമകളുടെ കളക്ഷനും പുഷ്പ 2 മറികടക്കുമെന്ന് ഉറപ്പാണ്. കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് നേട്ടങ്ങൾ കേട്ട്.